ആ വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരിൽ ഒരാൾ അരുൺ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. അരുൺ, താങ്കൾക്ക് കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. വീട് എവിടെയാണ് അരുൺ? ചോദിക്കോ. താങ്കളുടെ വീട് എവിടെയാണ് കേരളത്തിൽ? ഞങ്ങളുടെ വീട് കാസർഗോഡ്. കാസർഗോഡാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഉള്ളത് നെടുമ്പാശ്ശേരിയിലാണ് അല്ലേ? അതെ അതെ അതെ. അപ്പോൾ കാസർഗോട്ടേക്ക് പോകാൻ നിങ്ങൾക്ക് ഈ എങ്ങനെയാണ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത്? എയർ ഇന്ത്യ കാര്യങ്ങൾ ശ്രദ്ധിച്ചോ? ഇല്ല, നമ്മളുടെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവര് പൈലറ്റ് ക്രൂ എന്താ പറഞ്ഞ വെച്ചാല് നമുക്ക് വേറെ ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ ഇറങ്ങുന്ന പറഞ്ഞത്. സോ ആ ഒരു പ്രോമിസ്ഡാണ് ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയത്. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഇമിഗ്രേഷനിലേക്ക് നമ്മളെ ഡൈവേർട്ട് ചെയ്തു. പുറത്തെത്തിട്ടാകുമ്പോൾ എയർ ഇന്ത്യന്റെ ആൾക്കാർ പറഞ്ഞു ഫ്ലൈറ്റ് ഇല്ല, നിങ്ങൾ ബസ്സിൽ പോകണം എന്ന് പറഞ്ഞു, കാലിക്കറ്റ് എയർപോർട്ട് വരെ. ഓ, അത് ശരി. അല്ല, അത് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? വാഹനം അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? ഇവിടെ ബസ് ഇപ്പൊ വന്നിട്ടുണ്ട്. പക്ഷെ ബസ്സിൽ പോയാൽ ഞങ്ങൾക്കിപ്പോ എന്റെ വീട് വെച്ചാൽ കാസർഗോഡാണ്. കോഴിക്കോട് നിന്ന് വീട്ടിൽ ഒരു 4 മണിക്കൂർ ഞങ്ങൾക്ക് വീട്ടിൽ പോകണം. അതെ. അപ്പൊ ഇവിടുന്ന് ഒരു 6 മണിക്കൂർ, കാലിക്കറ്റിലേക്ക് വീണ്ടും 4 മണിക്കൂർ. ഞങ്ങള് ഇന്നലെ രാത്രി 1 o'clock സ്റ്റാർട്ട് ചെയ്ത ഫ്ലൈറ്റ് അല്ലേ, സമയം ഓൾമോസ്റ്റ് 24 hours ആവാൻ തുടങ്ങി. ശരിയാണ് അരുൺ. അരുൺ, ഇത് എമർജൻസി ലാൻഡിങ്ങിന്റെ സാഹചര്യം എന്തായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്ക് നമ്മൾ കുറെ പ്രാവശ്യം ഫ്ലൈറ്റിൽ യാത്ര ചെയ്തുകൊണ്ട് ആ ഒരു ജെർക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാര്യമായിട്ടുള്ള ടയറിന്റെ ഭാഗത്താണ് പ്രശ്നം എന്ന് മനസ്സിലായിരുന്നു. അതായത് നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഹെവി ജെർക്ക് ഉണ്ടായിരുന്നു ഫ്ലൈറ്റിൽ. ഒരു അത്രയും വലിയ കുലുക്കമായിരുന്നു. അപ്പോൾ പക്ഷെ അവര് ടേക്ക് ഓഫ് പകുതി അവര് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയില്ല. എന്നിട്ട് നേരെ വന്നു. പക്ഷെ ആ സമയത്ത് തന്നെ അവർക്ക് മനസ്സിലായി ടയർ പൊട്ടിയില്ല കാര്യം. ഓക്കെ. അപ്പൊ ഇതൊരു റിസ്കി ലാൻഡിംഗ് ആയിരുന്നു അല്ലേ? പിന്നെ റിസ്കിലാണ്. പക്ഷെ നമ്മുടെ യാത്രക്കാരുടെ അവിടെ ഒരു കൺവേ ചെയ്തിട്ടില്ല. അവരത് ട്രാൻസ്പെറന്റ് അല്ലായിരുന്നു ആ കാര്യത്തില്. എല്ലാം ഓക്കെ ആയിരുന്നു പറഞ്ഞത്. ഒരു 8:30 ആയിരുന്നു ലാൻഡിംഗ് ടൈം കോഴിക്കോട്. അപ്പൊ ഒരു 30 minutes മുമ്പേ അവർ പറഞ്ഞു നമ്മള് ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം ലാൻഡിംഗ് ഡൈവേർട്ട് ചെയ്തിട്ട് കൊച്ചിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ കൊച്ചിയിലേക്ക് മാറ്റുള്ള കാരണം ഞാൻ വിചാരിക്കുക വെച്ചാല് കൊച്ചിയില് റൺവേ കൂടുതലുണ്ട്. നമ്മളെ കാലിക്കറ്റില് റൺവേ കുറവാണ്. ഇത് ടേബിൾ ടോപ്പ് എയർപോർട്ടാണ്. അതുകൊണ്ട് അപ്പൊ ഇത് ഓൾറെഡി പ്രീപ്ലാൻഡ് ആണ്. അതായത് എമർജൻസി ലാൻഡിംഗ് ഉണ്ടാവുന്നവർക്ക് ടേക്ക് ഓഫ് എടുക്കുന്ന സമയത്ത് തന്നെ അവർക്ക് മനസ്സിലാവുന്ന കാര്യമായിരുന്നു. അരുൺ, എനിക്ക് തോന്നുന്നത് നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് ഏതാണ്ട് 150-160 യാത്രക്കാരുണ്ടായിരുന്നു എന്നാണ്. എല്ലാവരും സേഫ് ആണല്ലോ? എല്ലാവരും സേഫ് ആണ്. പക്ഷെ എയർ ഇന്ത്യ ചെയ്ത കാര്യങ്ങൾ നമുക്കൊന്നും എന്താ പറയാ ഒരു സപ്പോർട്ട് നമുക്കിവിടെ ചെയ്യുന്നില്ല അവര്. മനസ്സിലായി. അപ്പൊ ഇനി എന്താണ് അരുണിന്റെ പ്ലാൻ? എനിക്ക് പ്ലാൻ എന്ന് വെച്ചാൽ ഇപ്പൊ ഒന്നാമത് റീഫണ്ട് ഇല്ല. അതായത് ഞങ്ങള് ഈ സമയത്ത് ഇപ്പം ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ട് ഓൾറെഡി ഫ്ലൈറ്റ് ചാർജ് 3 times ഹയറാണ്. ഓക്കെ, പെർ ഹെഡ് ടിക്കറ്റ് 3000 റിയാൽ, അതായത് ഓൾമോസ്റ്റ് 1 lakh ആണ് ഇപ്പോഴത്തെ ഇന്ത്യൻ റുപ്പി വരുന്നത്. ഓക്കെ, അത് വെച്ച് നമ്മൾ 3 പേര് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. എന്നെ കൊച്ചിയിൽ ഇവിടെ ലാൻഡ് ചെയ്യിപ്പിച്ചു. ഇനി ഇവിടുന്ന് എനിക്ക് ട്രെയിൻ ബുക്ക് ചെയ്ത് നാട്ടിലേക്ക് പോകണം. ഓക്കെ, അവർ റീഫണ്ടും കൂടെ അവർ ഇനിഷ്യേറ്റ് ചെയ്തിട്ടില്ല. മനസ്സിലായി. അല്ല, അപ്പൊ നിങ്ങൾ ആ ഒരു ഡിമാൻഡ് ആയിട്ട് അത് മുന്നോട്ട് വെച്ചിട്ടുണ്ടോ? നിങ്ങൾ അവിടെ തന്നെ നിൽക്കുകയാണോ? അതോ നമ്മളൊരു 2 hours ആയിട്ട് എയർപോർട്ടിനകത്ത് തന്നെ നിന്നത്. ഒരേ റെസ്പോൺസ്, ഒരേ ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്കിപ്പം വഴിയില്ല, നമുക്ക് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അവര് കൈ വളർത്തുവാണ്. ഈ യാത്രക്കാരെല്ലാവരും ഒരുമിച്ചാണോ ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്? അതോ എല്ലാരും ഒരേപോലെ? നമ്മള് ആദ്യം തന്നെ ബെൽറ്റ് ബാഗിൽ നമ്മൾ ലഗേജ് എടുക്കാൻ തയ്യാറായില്ല. പിന്നെ എല്ലാവർക്കും അവരുടേതായ പേഴ്സണൽ ആവശ്യങ്ങളുണ്ട്. നമ്മൾ ചെറിയ ഷോർട്ട് ടേം വെക്കേഷൻ വന്നാണ്, 1 week 4 days എല്ലാം. അപ്പൊ ഇവിടെ നമ്മൾ സ്ട്രൈക്ക് ഔട്ട് നമുക്ക് തിരിച്ച് വീട്ടിലെത്താൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതെല്ലാം കൊണ്ട് നമ്മൾ സ്വയം ഇപ്പൊ പുറത്തിറങ്ങി. പക്ഷെ അപ്പൊ നിങ്ങളിപ്പോ ഇപ്പോഴും ബസ്സില് പോകുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല അല്ലെ? ബസ്സിൽ എനിക്ക് പോകാനും നടക്കൂല. ഈ സമയം കൊണ്ട് ഞങ്ങൾക്ക് വീട്ടിലെത്താൻ പറ്റില്ല. മനസ്സിലായി. ശരി അരുൺ, അപ്പൊ എന്തായാലും പ്രശ്നം പരിഹരിക്കട്ടെ. എൻജോയ് യുവർ വെക്കേഷൻ. ഓക്കെ.